സത്യം പറഞ്ഞാൽ ഈ സാമൂഹ്യ മാധ്യമത്തിലുള്ള അനുയായി വിഡ്ഢികളുടെ ഒരു ഗതികേടാണ് ആലോചിക്കുന്നത്. അത് വേറൊന്നുമല്ല, എവിടെങ്കിലും ഇരുന്ന് ഏതെങ്കിലും വായി നോക്കി പറയുന്ന എല്ലാ കാര്യങ്ങളെയും അവൻ ഇന്നലകളിൽ പറഞ്ഞതെന്താണ്, ഇന്ന് പറയുന്നത് എന്താണ്, അവൻ എന്തുദ്ദേശത്തിലാണ് പറയുന്നത്, ആ പറയാൻ വല്ല യോഗ്യതയും ഈ പറയുന്ന ആളിനുണ്ടോ എന്നൊന്നും നോക്കാതെ പങ്കുവെക്കലാണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഈ പറഞ്ഞ ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നവർ സാമൂഹ്യ മാധ്യമത്തിലുണ്ട്. അതിലേറ്റവും അവസാനം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന അഖിൽ മാരാർ വനിതാ സമരത്തിൻ്റെ പരിധികളും ഭരണഘടനാ സംഗതികളുമൊക്കെ ഒരു ഭരണഘടനാ ശില്പിയെപ്പോലെ പുള്ളി അങ്ങോട്ട് വിശദീകരിക്കുകയാണ്. ഈ ഏഷ്യാനെറ്റിലെ അടുക്കള പരിപാടികളിലൊന്നായ ഒരു പരിപാടിയിൽ ഒരു സമ്മാനം കിട്ടിപ്പോയി എന്ന ഒരു ഗതികേടോ ഒരു തെറ്റോ മാത്രമേ, ഒരു അബദ്ധം മാത്രമേ കേരളത്തിന് സംഭവിച്ചിട്ടുള്ളൂ. അത് പിന്നീടും പലയിടത്തും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അതിൻ്റെ വഴിക്കങ്ങ് പോയെങ്കിലും കേരളം ശാശ്വതമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമായി ഈ മഹാനായ മനുഷ്യൻ മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. തുപ്പിയുടെ കയ്യിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയ ആളാണ് ഇപ്പോൾ വനിതാ സംവരണ ബില്ലിൻ്റെ ഗതികേടുകളും അത് ചെയ്തെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതുണ്ടാക്കിയാലുള്ള ഭവിഷ്യത്തിനെക്കുറിച്ചുമൊക്കെ അങ്ങ് പ്രസംഗിച്ച് മുന്നോട്ട് പോകുന്നത്. സംഗതി സാബു ജേക്കബിന് കിളി പോകാത്തൊരവസ്ഥയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്നേ അതിൽ നിന്നുള്ളിൽ നിന്ന് ഇദ്ദേഹത്തിനെ പുറത്ത് കളഞ്ഞേനെ. ഇപ്പം അദ്ദേഹത്തിനും കിളി പോയി നിൽക്കുന്നത് കൊണ്ട്, കാരണം എറണാകുളത്ത് 8 സീറ്റിൽ 2020 വിജയിക്കുമെന്ന് വിശ്വസിച്ച് പത്രക്കാരെ മുന്നിൽ നിന്ന് വളരെ ഗൗരവമായി അത് പറയേണ്ടി വരുന്നൊരവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത നിസ്സഹായതയും സങ്കടവും തോന്നിയിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ബഹുമാനപ്പെട്ട ഈ പറയുന്ന അഖിൽ മാരാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഒരുമാതിരി കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലെല്ലാം പോയി ചായ കുടിച്ചു, രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയി ചായ കുടിച്ചു. ആ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ വലിപ്പവും മഹത്വവും അതുപോലെ തന്നെ സംഘികളെയും ഒക്കെ ആയിരുന്നു തെറി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ തെറി പറച്ചിൽ അന്നത്തെ സമയത്ത് സംഘികൾ വളരെ വെറുപ്പോടെയും വിദ്വേഷത്തോടെയും കമൻ്റ് എഴുതുകയും കൊങ്ങികൾ അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ പ്രദേശത്തും നാട്ടിലുമൊന്നും യാതൊരു വിധമായ മാർക്കറ്റും ഇല്ലാത്ത ചില ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, നമ്മൾ കയറ്റി അയച്ചെങ്കിലേ ആ പോകുന്ന രാജ്യത്ത് വിലയുണ്ടാവുള്ളൂ. അല്ലാതെ ആ പരിസരത്തും നാട്ടിലുമൊന്നും വലിയ താരമൂല്യമോ മാർക്കറ്റ് മൂല്യമോ ഇല്ല. അങ്ങനെ ഇരുന്ന് അവിടുന്നൊരു രക്ഷയും കിട്ടാതെ ഐഷാപ്പോറ്റി ഇല്ലെങ്കിലും കിട്ടൂലായിരുന്നു, എങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും ബാക്കിയുണ്ടായിരുന്ന അത് അവസാനിച്ചപ്പോൾ എന്നാൽ പിന്നെ മുണ്ടുടുത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി 2020യോടൊപ്പം കൂടി. ഈ കൂടിയതോടുകൂടി പണ്ട് ഇയാൾ പറഞ്ഞ കാര്യമെല്ലാം മറന്ന് ഇപ്പോഴത്തെ കുറേ ആളുകൾ ഇത് പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുള്ളി അങ്ങ് പ്രഭാഷണം നടത്തുകയാണ്. പാർലമെൻറ്റിൽ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ല് എന്താണെന്ന് ഈ ചെറിയ ഓർമ്മ മാത്രമുള്ള ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾക്ക് പോലും അറിയാം എന്തിനാണത് പരാജയപ്പെടുത്തിയതെന്ന്. മലയാളത്തിലെ മാധ്യമങ്ങളും ദേശീയ തലത്തിലെ മാധ്യമങ്ങളും എല്ലാം അത് വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്തു. അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്താണ്, പുറത്ത് കാണിച്ചത് എന്താണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്, ഈ അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുന്നൊരു ഏർപ്പാട്. നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ, പണ്ടങ്ങാണം നടന്നിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ചെറുപ്പമാണ് അനിയത്തി എന്നുള്ളതൊക്കെ കാണിച്ച് സൗന്ദര്യമുണ്ടെങ്കിൽ അവരെ കാണിച്ചിട്ട് ചേട്ടത്തിയെ കെട്ടിക്കുക എന്ന് പറഞ്ഞതുപോലെ വനിതാ സംവരണം എന്ന് പറഞ്ഞ് കാണിക്കുകയും അതിലൂടെ മണ്ഡല പുനർനിർണയവും നടത്താൻ പോയ ഏർപ്പാടിനെയാണ് തോൽപ്പിച്ചത്. എന്ന് മാത്രമല്ല, ഈ പല കണക്കുകളും പുറത്തു വരുമ്പോൾ BJPയിലാണ് ഏറ്റവും കുറച്ച് വനിതകൾക്ക് സീറ്റ് നൽകിയിട്ടുള്ളതും ജയിച്ചിട്ടുള്ളതും എല്ലാം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രതിക്കൂട്ടിലാക്കി നിൽക്കുമ്പോഴാണ് ബഹുമാന്യനായ അഖിൽ മാരാരുടെ പഠന ക്ലാസ് നടക്കുന്നത്. അത് കണ്ട് പങ്കുവെക്കാനും കുറേ പേർ. ഗതികേടും കഷ്ടവുമാണ് ഈ സാമൂഹ്യ മാധ്യമകാലം.